കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെ തുടർന്ന് നാം വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടവരൊക്കെയും വിശുദ്ധ കുർബാനയ്ക്കായി ഒരുങ്ങി വന്നവർ പ്രത്യേകമായി അനുഭവിച്ചു. എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സമയത്ത് നമ്മുടെ പൂർവികരായ എല്ലാ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും നമുക്ക് ഈ സമയത്ത് ഓർക്കാം. ദൈവജനത്തെ മുഴുവനായി ഓർക്കുന്നു. നമ്മളുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇന്നലെ നമ്മളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ അത് ഉദ്ദേശിച്ചതിലൊക്കെ അല്പം വൈകിയത് കൊണ്ടും അതേ സമയത്ത് തന്നെ എന്നിട്ടും കുറച്ച് അധികം വൈകി നമ്മുടെ ആളുകൾ കിടക്കുവാനായിട്ട് പോകുന്ന സാഹചര്യമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും വളരെ പ്രഭാതത്തിൽ തന്നെ ദൈവജനം എഴുന്നേറ്റ് ഇന്ന് ഈ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വന്നു. അത്രമാത്രം മാനസികമായിട്ട് ശാരീരികമായിട്ട് നാമൊക്കെ വളരെ പ്രിപ്പയർഡാണ്, സ്പിരിച്വലി പ്രിപ്പയർഡാണ്. അതുകൊണ്ട് അവരെല്ലാവരെയും ഓർത്തു. പല സാഹചര്യങ്ങളും പേര് തരാതെ വന്നവരെയും എല്ലാവരെയും കടന്നു വന്ന് എല്ലാവരെയും തിരുസന്നതയിൽ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനകളിലെ വിശുദ്ധമായിട്ടുള്ള ഈ തക്സായിലെ വിശുദ്ധ കുർബാന, ഈ തക്സായിൽ പറയുന്ന ഒരു ഭാഗം, ദൈവമേ, ഞങ്ങൾ പൗരോഹിത്യ ഗണത്തിലുള്ള ഞങ്ങളോട് ആരെങ്കിലും ഞങ്ങളെ ഓർക്കണമെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അവരുടെയൊക്കെ പേരുകൾ ആരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ഇപ്പോൾ ഈ സമയത്ത് ഞങ്ങളുടെ മനസ്സിലേക്ക് ആ പേരുകൾ ഓർക്കാതെ വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് പറഞ്ഞതെന്ന് ദൈവമേ നീ അറിയുന്നുവല്ലോ, അതുകൊണ്ട് അവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീത പാരമ്പര്യമാണ് നമ്മുടെ സുറിയാനി സഭയ്ക്കുള്ളത് എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്തില്ലെങ്കിലും പൗരോഹിത്യ ഗണത്തിലുള്ള ഞങ്ങൾ ആ സമയത്ത്, അതായത് സമയാസമയങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ അവിചാരിതമായി കാണുമ്പോൾ പോലും ഒരാള് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തിരുമേനി അല്ലെങ്കിൽ അച്ഛാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ പറയുന്നത്. ആരെങ്കിലും ഞങ്ങളോട് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതറിയാമല്ലോ, അവർക്കും വേണ്ട കൃപകൾ നൽകണമേ എന്നുള്ള ആ പ്രാർത്ഥനയിൽ നിന്ന് ആ പ്രാർത്ഥനയും ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം അനുഗ്രഹീതരാണ്. അത്രമാത്രം ദൈവത്തിന്റെ സ്നേഹം മനുഷ്യരിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണല്ലോ. ഞാൻ ഈ സമയത്ത് മറ്റ് ഒരു പ്രസംഗത്തിനായിട്ട് മുതിരുന്നില്ല. കാരണം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഇതിന് ശേഷം കൺക്ലൂഡിങ് സെഷൻ വീണ്ടും ഒരു മീറ്റിംഗ് ക്രമീകരണങ്ങളും മറ്റ് പല ക്രമീകരണങ്ങളും ഉള്ളതുകൊണ്ട് സമയത്തിന് ഏറ്റവും പരിമിതി ഉള്ളതുകൊണ്ട് ഈ സമയത്ത് ഈ കൈമുട്ടി ദൈവജനത്തെ അനുഗ്രഹിക്കും. തുടർന്നുള്ളതായ കാര്യങ്ങൾ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരും മറ്റ് ഭാരവാഹികളും നമ്മെ അറിയിക്കുന്നതാണ്. ഇതിനു വേണ്ടി ഒത്തിരി പരിശ്രമിച്ച നമ്മുടെ വൈദിക ശ്രേഷ്ഠർ നിങ്ങൾക്കറിയാം, ഇത് താൽക്കാലികമായ ഒരു ടെമ്പററി ഓൾട്ടറാണിത്. ഇതൊക്കെ ക്രമീകരിക്കണമെങ്കിൽ തന്നെ ഇറ്റ് വിൽ ടേക്ക് ടൈം, വളരെ ടൈം കൺസ്യൂമിങ്. നമ്മുടെ ഈ ശുശ്രൂഷ, നമ്മുടെ പ്രോഗ്രാമുകളും എല്ലാം കഴിഞ്ഞു അതിനോട് ചേർന്നുമൊക്കെ ഈ ഓൾട്ടറൊക്കെ ക്രമീകരിച്ച് നമ്മുടെ വൈദിക ശ്രേഷ്ഠരെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. പല വൈദികർക്കും അവരവരുടെ ഇന്ന് പറഞ്ഞിട്ടുള്ളതായ അവർ ശുശ്രൂഷിക്കുന്ന പള്ളികളിൽ പോയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരുമുണ്ടല്ലോ. അവരെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ കടന്നു വരുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ടല്ലോ. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും എല്ലാ ഭാരവാഹികളെയും ഓർക്കുന്നു. ഈ നിമിഷം വരെ നമ്മെ വഴി നടത്തിയ വേദറൊക്കെയും എല്ലാ നമ്മുടെ പ്രൊഫഷൻ ഉൾപ്പെടെ കാര്യങ്ങളിലും ദൈവം നമ്മെ അനുഗ്രഹിച്ചു. എത്രമാത്രം ഡിസിപ്ലിൻഡ് ആണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വിധത്തിലുമുള്ള വേണ്ടാത്തതായിട്ടുള്ള ശബ്ദമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആർഗ്യുമെന്റുകളോ കൗണ്ടർ ആർഗ്യുമെന്റുകളോ ഒന്നുമില്ല. എല്ലാ ഭാരവാഹികളും പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രവർത്തിച്ചു ആയത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും ധ്യാനനിരതരായിട്ട് സ്നേഹത്തിന്റെ ഊഷ്മളതയും മനസ്സിന്റെ ഇഴയെടുപ്പും ആവോളം നമ്മൾ അനുഭവിക്കുകയും പങ്കിടുകയും ചെയ്ത നമുക്ക് തുടർന്നുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ പിരിഞ്ഞു പോകുമ്പോഴും എല്ലാ അവസ്ഥയിലും നമ്മെ ദൈവത്തിന്റെ നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ഇടവകളുടെ മേലും നമ്മുടെ കനാലായ സമൂഹത്തിന്റെ മേലും ലോകം മുഴുവനുള്ള ക്രൈസ്തവരുടെ മേലും പൗരോഹിത്യ ഗണത്തിലുള്ള സകലരുടെ മേലും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആയത് ശുദ്ധീമതിയായ ദൈവമാതാവായ മർത്തമറിയം അമ്മേ,
അമ്മയുടെ മഹാവലിയ മധ്യസ്ഥതയിലും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയാൽ തന്നെ.
എല്ലാവരും രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 10:30 ആകുമ്പോൾ തിരിച്ചു വരണം. നമ്മുടെ ക്ലോസിംഗ് സെറമണി 10:30-ക്കാണ്. NMKCയുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് കടന്നു വരണം. NMKC കമ്മിറ്റി മെമ്പേഴ്സ് മുമ്പോട്ട് കടന്നു വരണം. സൂസൻ വടക്കേമലിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദനായ വലിയ തിരുമേനി, സമുദായ സെക്രട്ടറി മിസ്റ്റർ ടി എബ്രഹാം, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സമുദായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ വിളിക്കാൻ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ല. സന്തോഷത്തോടും അതിലേറെ സങ്കടത്തോടും കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സ്ഥിതി എല്ലാവർക്കും അറിയാം. നമ്മൾ 2012 ഒന്ന് പോയി കഴിഞ്ഞാൽ അന്നത്തെ നമ്മുടെ സംഗമവും ഇന്നത്തെ സംഗമവും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ക്നാനായക്കാരാരാണെന്നും അവരെന്താണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ആർക്കും ഒന്നും അറിയില്ല എന്ന ഒരവസ്ഥയാണ്. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആർക്കും ഒന്നും അറിയില്ല. പല പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. സോഷ്യൽ മീഡിയയിൽ വായിക്കാൻ ഇടയായി ക്നാനായക്കാർ എന്ന് പറഞ്ഞാൽ പാത്രികീസിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ക്നാനായക്കാരെന്ന്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക? അതിന് റെസ്പോണ്ട് ചെയ്തു. അതിന് വേറൊരു തരത്തിൽ നമ്മുടെ കുപ്പായ തൊഴിലാളിക്കാരതിന് മറുപടി കിട്ടു വേറൊരു പേരിൽ. പിന്നെ അവരോട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി നിർത്തിവെച്ചു. നമ്മളെല്ലാവരും പേര് വെച്ച് എഴുതുമ്പോൾ അങ്ങപ്പുറത്തുനിന്ന് നമുക്ക് വരുന്നത് പേരില്ല, നാളില്ല, ഒന്നുമില്ല. ആരുടെയെങ്കിലും പേരിൽ ഒരാൾ കയറി ഇരുന്ന് എഴുതുക. അതിൽ 1-2 പേരെ ഞാൻ ചോദ്യം ചെയ്തപ്പം എന്നോട് പറഞ്ഞത്, ഞാൻ എൻ്റെ പേര് കൊടുത്തു, എന്നാൽ ഞാൻ അവിടുന്ന് മാറി നിന്നാൽ എന്നെ അവർ പഞ്ഞിക്കിടും, എന്നെ അവർ പഞ്ഞിക്കിടുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നീ അല്ല എഴുതുന്നതെങ്കിൽ നിൻ്റെ പേരെന്തിനാണ് അവിടെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഭാഷയാണിത്. ഞാൻ അവിടുന്ന് മാറി നിന്നാൽ എന്നെ അവർ പഞ്ഞിക്കിടും. അങ്ങനെയൊക്കെ പോകുന്ന കാലമാണ് ഇത്.
ഈ സ്ഥാനത്തിനും മാനത്തിനും പണത്തിനും ഒക്കെ ആയിട്ട് നമ്മുടെ തലവന്മാർ പോകുമ്പോൾ അൽമായക്കാരായ നാം എന്ത് ചെയ്യും? 2009 വരെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന നാം അമേരിക്കൻ കനാനായക്കാർ ഇന്ന് തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത സ്ഥിതിയായി. ആരാണ് ഇതിന് കാരണക്കാർ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് വിടുകയാണ്. പറയാൻ നിന്നാൽ ഇഷ്ടം പോലെ പറയാനുണ്ട്, നമുക്ക് സമയമില്ല, അതിനാൽ അവിടെ നിന്നും മാറുകയാണ്. 2019 ജൂലൈ 19 നമ്മുടെ കോവൂര് പ്രസാദച്ചൻ്റെ ആശീർവാദത്തോടു കൂടി ഞങ്ങൾ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് NAMKCയുടെ അണ്ടറിൽ ഈ പ്രെയർ ഫെലോഷിപ്പ്. അന്ന് മുതൽ ഇന്ന് വരെയും അത് നടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഞങ്ങൾക്ക് കുറേ കഷ്ടതകൾ എന്നല്ല ഞാൻ പറയുന്നത്, പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. നമ്മുടെ അമേരിക്കൻ മേഖല മെത്രാൻ അതിൽ ഇടപെട്ട് നാട്ടിലുള്ള അച്ഛന്മാരെയും സുവിശേഷകരെയും വിളിച്ചു പറഞ്ഞു, ഇത് എനിക്കെതിരായിട്ടുള്ള ഗ്രൂപ്പാണ്, നിങ്ങളാരും അതിൽ സംബന്ധിക്കാൻ പാടില്ല എന്ന്. ഞങ്ങൾക്ക് പ്രസംഗം പറയാൻ വരാമെന്ന് സമ്മതിച്ചിരുന്ന സുവിശേഷകരൊക്കെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കതിൽ പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ. അപ്പം എവിടുന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതുകൊണ്ടാണ് അമേരിക്കൻ മേഖല മെത്രാനാണ് ഇതിൻ്റെ പുറകിലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ ഇത് തുടങ്ങുമ്പോൾ ഞങ്ങൾ 2 ആഴ്ച, മാസത്തിൽ 2 ആഴ്ച വെച്ച് സൺഡേ 7:30 PM to 8:30 PM ആണ് ഇത് പ്രാർത്ഥനാ യോഗം തുടങ്ങി വെച്ചത്. എന്നാൽ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് കൺവെൻഷൻ്റെ ഇതും പല പല കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിലെ പ്രോബ്ലംസും ഒക്കെ ആയിട്ട് അത് മാസത്തിൽ 1 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സഹകരിക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഓൺലൈനിൽ കയറി ഈ ഞായറാഴ്ച ദിവസം വൈകിട്ട് ഈ പ്രാർത്ഥനയിൽ കയറി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. കോവിഡിൻ്റെ മധ്യത്തിലാണ് നമ്മളിത് തുടങ്ങിയത്. ഇഷ്ടംപോലെ നമ്മൾക്ക് ആൾക്കാർ അന്ന് കയറുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആൾ കുറവാണ്. കാരണം ഒന്ന് സമ്മർ ടൈമാണ്, വെക്കേഷൻ, അങ്ങനെ ഇങ്ങനെ ഈവനിങ് പാർട്ടീസ് അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് മാസത്തിൽ 2 ആക്കാം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പല പ്രഗത്ഭരായ വൈദിക ശ്രേഷ്ഠരും സുവിശേഷകരും ഞങ്ങൾക്ക് മെസ്സേജ് തന്നിട്ടുണ്ട്. ഞാൻ ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം പലരും പറഞ്ഞിട്ടുണ്ട് ആരെയും വിട്ടുപോയാൽ അതൊരു മോശമായിട്ട് തീരും, അതുകൊണ്ട് പറയുന്നില്ല. നമുക്ക് നാട്ടിൽ നിന്ന് റോയി അച്ഛന്, കുളമട അച്ഛന്, അങ്ങനെ എല്ലാവരും തന്നിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ വേനി അച്ഛനും പ്രസാദ് അച്ഛനുമാണ് ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും അച്ഛൻ അവർ 2 പേരും ഞങ്ങളോട് കൂടെയുണ്ട്. അവർക്ക് ഞങ്ങളുടെ ഈ പ്രെയർ ഫെലോഷിപ്പിൻ്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ തമ്പിയച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ തമ്പിയച്ഛന് ഞായറാഴ്ച ദിവസം വൈകിട്ട് ജോലിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറകിൽ നിന്നുള്ള സപ്പോർട്ടെല്ലാം കിട്ടുന്നുണ്ട്. പ്രാർത്ഥന പ്രയർ ഇതിൽ കൂടുവാനായിട്ട് തമ്പിയച്ഛന് സാധിക്കുന്നില്ല. തമ്പിയച്ഛൻ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് റിട്ടയർമെന്റ് എടുക്കാൻ നോക്കിയിരിക്കുക. ഞങ്ങൾ അച്ഛനൊപ്പം പറയും, ഞാനിപ്പോൾ എടുക്കുന്നില്ല റിട്ടയർമെന്റ് എന്ന് പറയും. ഇപ്പോൾ മാസത്തിൽ 1 ആയിട്ട് നടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. NAMKCയുടെ കീഴിൽ നടക്കുന്ന ഈ പ്രെയർ ഫെലോഷിപ്പിൽ ഞങ്ങൾ 10 പേരുണ്ട്. ഞാൻ അവരുടെ പേര് പറഞ്ഞില്ലെങ്കിലും അതും ഒരു നന്ദികേടായിട്ട് തീരും. ഞങ്ങൾ 10 കോർഡിനേറ്റേഴ്സ് ഉണ്ട്, പല സ്റ്റേജിൽ നിന്നായിട്ട്. അതിൽ പേര് മാത്രം പറഞ്ഞത് ചെയ്യുകയാണ്. എബി കുറ്റിയിൽ, ധനു മണിമലർ, ഡെയ്സി വെട്ടിമൂട്ടിൽ, ലിജു കുഴികണ്ടത്തിൽ, ടിജു മൂഴിപ്പാറ, ജോളി മണിമലത്ത്, റെജി മടക്കുമൂട്ടിൽ, സാക് മാതാമ്പറമ്പിൽ, കെവിൻ മാതാമ്പറമ്പിൽ.
ഞാൻ ഈ കുഞ്ഞുങ്ങളോടൊരു നന്ദി പറഞ്ഞില്ലെങ്കിൽ അതും ഇതായിത്തീരും. അവരാണ് ഞങ്ങളുടെ അച്ഛന്മാർ പ്രെയർ ലൈനിൽ കയറുമ്പോൾ എല്ലാ ഈവനിങ് പ്രെയറിലും അച്ഛന്മാരെ അസിസ്റ്റ് ചെയ്ത് അവർ രണ്ടുപേരും ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങളോടുകൂടി നിങ്ങളും കൂടെ പ്രെയർ ലൈനിൽ കയറി അതിനെ പോഷിപ്പിക്കണം. നമുക്കിനിയും അച്ഛന്മാരെ നാട്ടിൽ നിന്ന് വരുത്തണം. നാട്ടിൽ നിന്ന് വരുത്താൻ ഞാൻ ആളല്ല തിരുമേലോ വരുത്തണം. നാട്ടിലുള്ള അച്ഛന്മാർ നമുക്ക് പ്രെയർ ലൈനെ നമ്മളെ ലീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രെയർ ലൈനിൽ ഈ സമയം സൺഡേ 7:30 to 8:30 ഞങ്ങൾ ഫ്ലയർ ഇറക്കി നേരത്തെ തന്നെ നിങ്ങൾക്ക് വിവരം അറിയിക്കുന്നതാണ്. എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഞാൻ പെട്ടെന്ന് വണ്ടി എടുക്കാനായിട്ട് പോയതാണ്. കാര്യം ഒത്തിരി പേര് ലഗേജുമായിട്ട് ഫ്രണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് അന്നേരമാണ് ഓമന വിളിച്ചു പറഞ്ഞത്, എൻ്റെ പേര് വിളിച്ചത്. ഇന്നലെ നമ്മൾ വളരെ ദീർഘമായിട്ട് ഞങ്ങൾ അവാർഡ് സെറിമണിക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒരു സൺഡേ സ്കൂളിൻ്റെ അക്കംപ്ലിഷ്മെൻറ്റ്സ് എല്ലാം പറഞ്ഞു. എന്നാലും ഞാൻ പെട്ടെന്ന് എല്ലാവർക്കും തിരിച്ച് പോകേണ്ടതാണല്ലോ. വി സ്റ്റാർട്ടഡ് ദിസ് സൺഡേ സ്കൂൾ ഓർഗനൈസേഷൻ NAMKC Sunday School Samajam in summer 2023. And purpose is to spiritual growth of our children. We've been using NAKC Sunday School books, but we decided to have our own Sunday School books. That is a long process because we contacted our Sunday School Samajam in Chingavanam, and we want to add more to the taste of our children in the United States. So we are in the process of Prasad Achan was the Sunday School director in Chingavanam, and Achan's advice is there, Rani Achan, Thambi Achan, they all helping us. And we have, first thing we decide to have our Sunday School, so we'll have our own. Churches will know that Sunday School NAMKC Samajam is there. So we conducted this different competitions, and we distributed the prize yesterday, and we have overwhelming support from all the children. And Chicago, they were the champions because they got the overall championship yesterday. Congratulations Chicago Church, and St. James Church got the second in the aggregate scoring. And all these churches, we have a church in St. Mary's Church Hartford, St. Mary's Church Philadelphia, St. Mary's Church Chicago, St. James Church in Houston, and St. Mary's Church in Tampa. ഇത്രയും ചർച്ചസാണ് ഇപ്പോൾ ഇൻവോൾവ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് സം സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി സെൻറ് തോമസ് ചർച്ച് ക്ലിഫ്റ്റൺ ന്യൂ ജേഴ്സി. So we thank all the children for participating in our Sunday School organization, and our goal is to create a syllabus. So after this, our main focus is to create our own textbooks. We need all volunteer support because only few people, 8 or 10 people cannot accomplish creating our own textbook, but our prayer, and we need a lot of support. We have identified so many very efficient people like Dr. A.B. Philip. He volunteered to contribute for creating textbooks. So that's the main thing, and we are able to hold 4 interchange competitions which include art, writing, singing contest, drawing contest, and Bible quiz for various age groups. We are also able to get a sponsor for NAMKC Sunday School Everalling Trophy, which we distributed yesterday. So God willingly, we will be able to have our own textbook, and we thank all our coordinators. Some of them are here, some of them already left. Thank you all. It's okay? Yeah, okay, it's okay. So thank you for supporting our Sunday School organization, and God willingly we will have our own
protection. Thank you. May God bless you. Sorry. Center Frame, Canadian Church in Detroit are also very active members of this Sunday School Summer. Sorry, my apology, Ajay. Thank you all. Thank you, Vijay. അടുത്തത് വിമൻസ് ഫോറത്തിനെ പ്രതിനിധീകരിച്ച് നിമിഷ നിഖിൽ പുതുച്ചിറയിലിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. തിരുമേനിയും സന്ദേശ സെക്രട്ടറി അബ്രഹാം, കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് ഓൾ ദ മെമ്പേഴ്സ് ഹിയർ. സോ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ I want to tell you that I'm so proud that our Women's Forum been working together as a team for the last 2 years. ഞങ്ങൾ ഫോം ചെയ്തപ്പം തൊട്ട് ഞങ്ങൾ ഒരു ടീമായിട്ട് ഒരു പ്രോപ്പർ ഫോമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ലാസ്റ്റ് 2 ഇയേഴ്സിൽ ഞങ്ങൾ പ്രോപ്പറായിട്ട് ഞങ്ങൾ കുറേ എംപവർമെൻറ്റ് മീറ്റിംഗ്സ്, Zoom meetings, and also we were able to go for a cruise as a woman, ഞങ്ങൾ വുമൻ മാത്രമായിട്ട് ഞങ്ങൾ ക്രൂസ് ചെയ്യാൻ പറ്റി. We were able to conduct a real competition online, so many participants were there, and it was ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവിനെ പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടുണ്ട്. ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും ഞങ്ങൾ പ്രോപ്പറായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ടീമായിട്ട് പോകുന്നുണ്ട്. സോ ഐ വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് മൈ റീജിയണൽസ് ഹിയർ ടു ഡയാന മാർക്കോസ്, ബെറ്റി അർണിക്കൽ, നീത മാത്യു, ജെസി ജോർജ്, and Namida Matthew, if she's here. If I'm missing, I'm sorry. These are the teams. We are working together as a team. And also on behalf of Global Kannada Women's Forum, I'm standing here. And we are celebrating 1-year anniversary for Global Kannada Women's Forum. And on behalf of NMKC Women's Forum, we were able to collect $1,300 for a charity in India. And Diana Chichi was able to hand it over to them. So, ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് മാത്രമാണുള്ളത്. We will be conducting more programs in the future. So, NMKC Women's Forum representative ആയിട്ടും our secretary ആയിട്ടും Global Kannada Women's Forumത്തിൻ്റെ representative ആയിട്ടും ഞങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്ട്രക്ചർ ആയിട്ട് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് ഈവൻ ഫോർ ദ ഗ്രാൻഡ് അസോസിയേഷൻ ഞങ്ങളൊരു പ്രോപ്പർ സ്ട്രക്ചറായിട്ട് അസോസിയേഷൻ അണ്ടറിൽ പോകാനായിട്ട് ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈവൻ ഞങ്ങളൊരു ടീമായിട്ട് പ്രോപ്പർ സ്ട്രക്ചറായിട്ട്. സോ അതാണ് ഞങ്ങളുടെ മെയിൻ റിക്വസ്റ്റ് ഫോർ. സോ ഞങ്ങൾ മോർ തിങ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി റിക്വസ്റ്റ് വന്നു അടുത്ത വുമൻസ് ഫോറം എവിടെയാണ് കൂടേണ്ടതെന്നുള്ളത്. സോ വിൽ ബി വർക്കിംഗ് ഓൺ ഇറ്റ്. വിൽ ബി ഹാവിംഗ് മോർ ഓൺലൈൻ മീറ്റിംഗ്സ്. ഐ നോ വി വർ സ്റ്റക്ക് വിത്ത് ഓൾ ദിസ് സംഗമം പ്രോഗ്രാംസ് ഫോർ ദ ലാസ്റ്റ് 2 years, but we will be now we'll be back on track and we'll be conducting meetings, we'll be having meetings, and we'll work together as a team. Thank you so much NMKC, and thank you for supporting us throughout all these last 2 years. Thank you. Thank you, Nimisha. അടുത്തത് നമ്മുടെ ഈ സംഗമം ഡാലസ് കൺവെൻഷൻ അല്ലെങ്കിൽ ജ്ഞാനായ സംഗമം 2024 ഡാലസ് ഇത് ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അനേകം പേരുണ്ട്. അവരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാതെ പോകുന്നത് ഒരു നന്ദികേടാവും. അതുകൊണ്ട് ഞാൻ അവരുടെ പേര് വിളിക്കുമ്പോൾ എത്രയും വേഗം ഇവിടെ ഉള്ളവർ സ്റ്റേജിലേക്ക് കടന്നു വരിക. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ യൂത്തിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഞാനിപ്പോൾ യൂത്തിൻ്റെ നാഷണൽ കോർഡിനേറ്റേഴ്സിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. യൂത്ത് ഇവിടെ ഉണ്ടെങ്കിൽ മുമ്പോട്ട് കടന്നു വരിക. ടോം ജേക്കബ് ഇടവഴിക്കൽ, ആന എരണക്കൽ, സോറി ജിജ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഞാനത് പറയാൻ മറന്നുപോയി, സോറി. ഹാന എരണക്കൽ, ജെറിൻ ജേക്കബ് മാലിക്കറുകയിൽ, അഞ്ജലി മാത്യു. Tom, please come forward. Anjali Matthew Warikal, Cherry Abraham Tundial,
ആലൻ റെജി പാലമ്പള്ളത്ത്. ടാലിയ എബ്രഹാം ഉമ്മാച്ചേരി. താങ്ക് യു എൽന. അടുത്തതായി ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു കമ്മിറ്റി. ടിനു എബ്രഹാം തോട്ടുപുറത്ത്. സോറി. താങ്ക് യു. NIMKCയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് ശ്രീ ബാലു മാലത്തിശ്ശേരി. ഈ സംഘവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പബ്ലിസിറ്റിയുടെ മേജർ ഷെയറും അദ്ദേഹത്തിൻ്റെ വകയാണ്. സോ താങ്ക് യു വെരി മച്ച്. അടുത്തത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ ഓഡിയോ വീഡിയോ ചെയ്ത എൽദോ ആൻഡ് ടീം അവർക്കുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ നാട്ടിൽ നിന്ന് ഇവിടെ കടന്നു വന്ന് നമ്മുടെ ഈ പരിപാടികളെല്ലാം എന്നാ പറയുന്നത് ഒപ്പിയെടുത്ത നമ്മുടെ ബാബുച്ചായൻ തുണ്ടത്തിൽ, അദ്ദേഹം റാന്നിയിൽ നിന്ന് കടന്നു വന്നാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് രചന ബാബു എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയുടെ പേര് രചന എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ NIMKCയുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ഇവിടെ ഹോളിലായാലും പുറത്തായാലും എല്ലാം നമ്മുടെ ഫുഡ് അറേഞ്ച് ചെയ്തതും ചെയർ മാറ്റിയിടാനൊക്കെ സഹായിച്ച നമ്മുടെ ഈ ഹോട്ടൽ സ്റ്റാഫിന്, എല്ലാ രീതിയിലും നമ്മളോട് സഹകരിച്ച ഹോട്ടൽ സ്റ്റാഫിനോടുള്ള നന്ദി അറിയിക്കുന്നു. മറ്റൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൺവെൻഷന് നമുക്ക് ഒത്തിരി ചെറുതും വലുതുമായ സ്പോൺസർഷിപ്പ് തന്ന് നമ്മളെ സഹായിച്ച നമ്മുടെ സ്പോൺസേഴ്സിനോടുള്ള വളരെ സ്നേഹത്തോടെയുള്ള നന്ദി അറിയിക്കട്ടെ. കൂടാതെ നമ്മുടെ ഈ പരിപാടിയിൽ കടന്നു വന്ന, നാട്ടിൽ നിന്ന് കടന്നു വന്ന ജ്ഞാനായ കമ്മിറ്റി മെമ്പേഴ്സ്, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ ഇവിടെ കടന്നു വന്ന നമ്മുടെ വന്യ വൈദികർ, ബഹുമാനപ്പെട്ട ഷമാശൻ,
സമുദായ സെക്രട്ടറി, സമുദായ മെത്രാപ്പോലിത്ത ഇവരോടുള്ള നന്ദി അറിയിക്കുന്നു. സാധിക്കാത്ത പല ഐറ്റംസ് ആണ് അവർ ഈ പ്രാവശ്യം കൊണ്ടുവന്നത്. അപ്പം അവരുടെ പേരുകൾ ഞാൻ ഇവിടെ നിന്ന് വായിക്കുകയാണ്. എ ബി കങ്ങഴ, ഡെന്നി മാലിക്കരയിൽ, കുര്യാക്കോസ് ബാബു കിച്ചു, കലൈത്ര, പ്രദീപ് മാത്യൂസ് കോഴിമലയിൽ, സാജൻ അബ്രഹാം ഹൃദയപ്പറമ്പിൽ, സജി മകാമ്പറമ്പിൽ, സജു പുതുപ്പ്, ഷീബ, നിബു കുര്യാക്കോസ്. ഇവിടെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് കടന്നു വരണം പ്ലീസ്. എന്നാ പറഞ്ഞേ, എബവ് ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. അതുകൂടാതെ വേറൊരാളുടെ പേര് പറയാനുള്ളത് കിച്ചു കുര്യാക്കോസ് ബാബു, നമ്മുടെ ഒരു സ്പോൺസറാണ്. അദ്ദേഹം ഇവിടെ അതിനുവേണ്ട എല്ലാ ക്രമീകരണം. ഇവിടെ നമ്മുടെ മറ്റൊരു സ്പോൺസറായിരുന്ന വിനു, അതെനിക്കറിയില്ല അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്ന്. അദ്ദേഹം ഇതുപോലെ നമ്മളെ ഒത്തിരി സഹായിച്ചു. അവരിവിടെ നിന്ന് ലോക്കലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തു. അവർ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് നേരെ ചൊവ്വേ ഉറങ്ങിയിട്ട് പോലുമില്ല. അവരുടെ എല്ലാവരും അവർക്കൊരു നല്ല കൈയടി കൊടുക്കുക. ഇവരെ ആ ഒരു സഹകരണത്തിന് NMKS പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സോനു തോമസ് വെട്ടിപ്പറമ്പിൽ, സുരേഷ് മാരങ്കേറിൽ, തോമസ് ചാലുപറമ്പിൽ ആൻഡ് ടിനോ മണിമലൻ. കടന്നു വരിക, സ്റ്റേജിലേക്ക് കടന്നു വരിക പ്ലീസ്. നമ്മുടെ ഇന്നത്തെ കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അച്ഛനാണ് ചെയ്തു തന്നത്. താങ്ക് യു വെരി മച്ച് അച്ഛൻ. അടുത്തത് ബാലു സക്കറിയ മാലിശ്ശേരി, ബെറ്റി എരണക്കൽ, ഡയാന മാർക്കോസ്, ജിജി ഇടവഴിക്കൽ, ജസി പ്രസാദ് വടവാറമ്പിൽ, നിമിഷ തോമസ്, ഷേർലി ഫിലിപ്പ് വാഴക്കൽ, സ്മിത കുര്യൻ മരങ്ങാട്ട്, സൂസൻ തോമസ് വൈക്കത്ത് ചേരൽ. ഒരു ക്ഷമാപണമുണ്ട്. ഞാൻ ആക്ച്വലി ഞങ്ങളുടെ ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ പേരാണ് വായിച്ചത്. പക്ഷേ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നുള്ള 2-3 പേര് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ആ ഓർഡർ വായിച്ചു പോയപ്പോൾ അവരുടെ പേര് കൂടെ ഞാൻ പറഞ്ഞു. ഞാനോ NMKS സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ വൈസ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിയോ ഈ ടീമിൽ ഇല്ലായിരുന്നു. ഇവർ സ്ത്രീകളാണ് ഈ ടീമിൽ ഉണ്ടായിരുന്നത്. ഇവർ 8 പേരായിരുന്നു ഈ ഷോയുടെ അടിത്തറ പണിത ആളുകളാണ് ഇവരിക്കുന്നത്. ഇവര് എത്ര അഭിനന്ദനം. അപ്പം ഇവരുടെ സേവനത്തിന് എങ്ങനെ നന്ദി പറയാമെന്ന് അറിയത്തില്ല. അതിൽ ഒരാളെ ഞാൻ എടുത്തു പറയാതെ തരവില്ല. നിമിഷ നിഖിൽ കുട്ടിച്ചിറയിൽ. നിമിഷയാണ് ഇതിൻ്റെ എല്ലാം. അവർ നിമിഷയ്ക്ക് വേണ്ട സപ്പോർട്ട് ടീം അംഗങ്ങൾ കൊടുത്തു. പിന്നെ മറ്റൊരു ഒരാളെ കൂടെ പറയണം, നമ്മുടെ സ്മിത. നമ്മുടെ ഇന്നലത്തെ ഈ പരിപാടി ഇവിടെ ഇത്ര ഗംഭീരമായത് സ്മിതയുടെ ഒരാളുടെ MC പരിപാടിയാണ്. അത് ഇത്രയും ഹൈലൈറ്റ്, ആ ഷോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളോടുള്ള നന്ദി വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഡോണ്ട് ഗോ അവേ. ഒരു പിക്ചർ എടുക്കണം. ഏത് പാതിരാത്രിയിലാണേലും 1 മണി 2 മണിക്കൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ കോൺട്രാക്ട്, ഹോട്ടൽ തേടുന്നത് മുതൽ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഇതുവരെ ഇന്നും അവസാനക്കാരനായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അജയ് മാത്യു വാഴക്കലിന് ഒരു നല്ലൊരു കയ്യടി കൊടുക്കും. അജയ് മാത്യു വാഴക്കലിനെ ഒരു പൊന്നാടി അണിയിച്ച് ആദരിക്കാനായിട്ട് സമുദായ മെത്രാപ്പോലീത്തയും സമുദായ സെക്രട്ടറിയെയും ക്ഷണിക്കുന്നു.
Okay, let me invite the sponsors for this trophy, Baluchan and Bijoy Maladasheran. Please give them a round of applause for their sponsorship. All right, so I invite Philadelphia Church, come on board to get your trophy. 2024 Knanaya Sangamam overall trophy goes to Philadelphia Church. This is a huge accomplishment. There you go, there you go. Give it up to Philadelphia Church. സൈഡിലോട്ടോ ഇല്ല കാണത്തില്ല. Right, okay, thank you. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഫൈനൽ ബെനഡിക്ഷൻ നൽകുകയാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകും. ആത്മീയമായി എല്ലാ ശുശ്രൂഷകളിലും ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെയും നിങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ സകലരെയും ദൈവമായ കർത്താവ് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളൂ കുറ്റമുള്ളതും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥന ഉന്നതമായ അവിടുത്തെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതും ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കും. പിന്നെയോ തന്നോട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കൊണ്ടതാകുന്നു. ആമേൻ.